നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ജാമിദ ടീച്ചർക്കെതിരെ വലിയ ഒരുപാട് വകുപ്പുകൾ ചേർത്തുകൊണ്ട് ജാമിദ ടീച്ചറെ ജയിലിൽ അടയ്ക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു ക്യാപ്ഷൻ ഇത്ര മാത്രമാണ്: പോക്സോ ക്രിമിനൽ വിജയിച്ചു. ആ പോക്സോ ക്രിമിനൽ മമ്മൂഞ്ഞ് വിജയിച്ചു. ആരാ തോറ്റത്? ഈ മമ്മൂഞ്ഞിന്റെ ആ പോക്സോ വികൃതികളെ കുറിച്ച് പച്ചയ്ക്ക് പറഞ്ഞ ജാമിദ ടീച്ചർ തോറ്റു, ജാമിദ ടീച്ചർ ജയിലിലേക്ക് എന്ന് മാത്രമേ ചെറിയ രീതിയിൽ പറയാനുള്ളൂ. നോക്കൂ, ജാമിദ ടീച്ചർക്കെതിരെ എടുത്ത കേസ് എന്തിനാണെന്ന് അറിഞ്ഞാലാണ് ഏറ്റവും വലിയ രസം. കാരണം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന പിണറായി വിജയന്റെ മരുമകനുണ്ടല്ലോ, ഈ മരുമകന്റെ മുസ്ലിം രക്തത്തിലുള്ള അതങ്ങട്ട് വല്ലാതെ വികാരം കൊണ്ടുകൊണ്ടാണ് അയാൾ തന്നെയാണ് നേരിട്ട് പരാതി കൊടുത്തത്. അതും ടീച്ചറുടെ ആ ഒരു പേര് മാത്രം ഉപയോഗിച്ച്. പക്ഷെ മറിയച്ചേട്ടത്തി എന്ന് പറയുന്ന പിണറായി വിജയൻ പെൻഷൻ കൊടുക്കാതിരുന്ന് കഷ്ടപ്പെടുത്തിയ സമയത്ത് പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങിയ മറിയച്ചേട്ടത്തി പറഞ്ഞ കുറച്ച് വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ടീച്ചർ അതിനൊരു റിവ്യൂ ചെയ്തിരുന്നു. ഈ പറയുന്ന പിണറായിയുടെ മരുമകനായിട്ടുള്ള ഈ സുഡാപ്പിക്ക് ഇനിയും വേണമെങ്കിൽ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഈ മറിയ ടീച്ചറുടെ മറിയ ചേട്ടത്തിയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെതിരാണ് ഇവർ ഞങ്ങളിൽ ജാതി മതമൊന്നുമില്ല, പക്ഷേ ഞമ്മന്റെ മതത്തെ പറഞ്ഞ ഞമ്മൻ അങ്ങോട്ട് പൊള്ളും, അപ്പൊ ഞമ്മൻ എന്ത് ചെയ്യും? കേസ് എടുത്തിട്ട് ഉള്ളിലിടും. അതിലുള്ള ഏറ്റവും വലിയ രസം കൊടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? മന്ത്രിക്കും ഭാര്യയ്ക്കുമെതിരെ വ്യക്തിഹത്യ, ജാമിദ ടീച്ചർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്: കൊയിലാണ്ടി മന്ത്രി PA മുഹമ്മദ് റിയാസിനും ഭാര്യയ്ക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്ന പരാതിയിൽ സാമുദായിക അനാചാരങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തമായി പ്രതികരിക്കുന്ന ജാമിദ ടീച്ചർക്കെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. KPA പ്രകാരം 755/24 അണ്ടർ സെക്ഷൻ 198 BNS, പിന്നെ ഉള്ളത് 128O പ്രകാരമാണ് കേസെടുത്തത്. ലഹള ഉണ്ടാക്കണമെന്നും, ആലോചിച്ച് നോക്കണം, ലഹള ഉണ്ടാക്കണമെന്നും ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും മന്ത്രി മുഹമ്മദ് റിയാസിനെ പറ്റിയും ഭാര്യയെ പറ്റിയും ജാമിദ ടീച്ചർ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപരമായ പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് കേസ്. മന്ത്രി SP-ക്ക് നേരിട്ട് നൽകിയ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഇനി എങ്ങനെയാണ് ഞമ്മന്റെ മന്ത്രിക്ക് ഈ പ്രശ്നം വന്നതെന്നറിയാമോ? അതാണ് നമ്മുടെ പിച്ചച്ചട്ടിയും എടുത്തിറങ്ങിയ നമ്മുടെ മറിയച്ചേട്ടത്തിയുടെ വാക്കുകൾ മാന്യ പ്രേക്ഷകർ കേൾക്കേണ്ടതുണ്ട്. അതിനെ ആസ്പദമാക്കി ടീച്ചറുടേതായിട്ടുള്ള രീതിയിൽ അതിനൊരു റിവ്യൂ ചെയ്തിരുന്നു. ആ റിവ്യൂ കൃത്യമായിട്ട് കൊള്ളേണ്ടത് തന്നെ കൊണ്ടു. അതും 6 മാസങ്ങൾക്ക് മുൻപ് ടീച്ചർ ചെയ്ത വീഡിയോ ഇന്നാണ് ഞമ്മന്റെ മുഹമ്മദ് കാക്കായിക്ക് കൊണ്ടത്. അങ്ങനെയാണ് ഇന്ന് കേസെടുത്തിരിക്കുന്നത്, ടീച്ചറെ ജയിലിൽ അടയ്ക്കാൻ പോകുന്നത്. നമ്മുടെ മറിയച്ചേട്ടത്തി അന്ന് പറഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ വാക്കുകൾ നമ്മൾക്കൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഗംഭീര വാക്കുകൾ. ഒന്ന് പെട്ടെന്ന് കേട്ടിട്ട് വരാം. അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പിടിച്ചു കെട്ടണം, എന്നിട്ട് ഇവനെ കൊണ്ട് പറയുന്നത്. അവര് കാക്കാനൊന്നും കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അവന്റെ റിയാസൊന്നും ഒരു കാര്യമില്ല. റിയാസ് ഈ കാണിക്കണേണ്ട സത്യം പറയണം. റിയാസിക്ക് പെറ്റുകളെയും മക്കളെയും കളഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടണമെങ്കിൽ അവനെ എത്ര ഉള്ളവനായിരിക്കണം? നല്ലവനാണോ? ഇയാക്കടെ മകള് നല്ലതാണോ? നമുക്ക് പിന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആരും ഒന്നും ഉണ്ടായിരിക്കണം. അല്ല പറയാനൊക്കെ ഉണ്ട്. പഠിച്ച കുടുംബം ഉണ്ടോ? നോക്കൂ, മറിയച്ചേട്ടത്തി ചോദിക്കുകയാണ്, ഇവൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റൂല, ഇത്രയും പഴച്ച കുടുംബമുണ്ടോ? ഇവൻ ഭാര്യയും മക്കളെയും കളഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളെ കെട്ടിയത് എന്ന് മറിയച്ചേട്ടത്തി പറയുകയാണ്. ഇനിയും ചേച്ചിയുടെ ഗംഭീര വാക്കുകൾ ഉണ്ട് കേട്ടോ. അത്രയും വില നമുക്കുണ്ടോ? ഇവന് പോലീസിനെ പിടിക്കാനോ മറ്റേ കുടുംബത്തിൽ നിന്ന് വേണ്ട ആദ്യം പിടിക്കാൻ. മക്കളെ കളഞ്ഞ മന്ത്രിയാണോ? അതെ, ആദ്യ ഭാര്യയെയും മക്കളെയും കളഞ്ഞ ഇവൻ മന്ത്രിയാണോ? ഇവനെയല്ലേ ആദ്യം പിണറായി വിജയന്റെ പോലീസ് പിടിക്കേണ്ടത് എന്ന് മറിയച്ചേട്ടത്തി ചോദിക്കുകയാണ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത് ചേച്ചിയുടെ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നോക്കാം. രോഗം പിടിക്കാൻ നടക്കണ പെണ്ണുങ്ങളെ എടുക്കാൻ. അപ്പൊ ഇവൻ കാരണങ്ങളെ പെണ്ണുങ്ങളെ കെട്ടൂലേ സ്വത്തുണ്ടെങ്കിൽ. അപ്പൊ ഇനി ഒരു മുഖ്യമന്ത്രി, അതായത് ഇനിയൊരു മുഖ്യമന്ത്രി, വേറൊരു മുഖ്യമന്ത്രി വന്നാൽ അവർക്ക് കാശുണ്ടെങ്കിൽ സ്വത്തും മുതലുള്ള പെണ്ണുങ്ങളെ ഇനിയും ഇദ്ദേഹം കെട്ടില്ലേ, ഈ മുഹമ്മദ് റിയാസ് കെട്ടില്ലേ എന്ന് ഈ ചേച്ചിയാണ് ചോദിക്കുന്നത്. നമ്മുടെ മറിയച്ചേട്ടത്തിയാണ് ചോദിക്കുന്നത്. ഏതോ ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്. അത് ജാമിദ ടീച്ചർ അല്ല ചോദിച്ചത്. ഇനിയുണ്ട് കേട്ടോ, കേട്ട് നോക്കാം. അയാളുടെ മകളുടെ കൂടെ കൂടിയില്ലേ? ഇപ്പൊ ഈ പിണറായിയുടെ മകടെ കൂടി ഇനി ജയിച്ചു തന്നെ മന്ത്രിക്ക് ഒരു പെണ്ണുണ്ട്, ഇവൻ അവിടെ പോയല്ലേ? പോവോ?
അതായത് പിണറായി വിജയന്റെ മകളുടെ പിറകെയാണ് ഇപ്പൊ കൂടിയിരിക്കുന്ന മറിയച്ചേട്ടത്തി പറയുന്നു. ഇനി വേറൊരു മന്ത്രി, ഇപ്പൊ പിണറായി വിജയൻ തോറ്റ് പണ്ടാറടങ്ങി എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ആയി എന്ന് കരുതാം. അപ്പൊ വേറൊരു മന്ത്രി വരുമ്പോ അവർക്കും ഒരു മകളുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ അവരുടെ പിറകെ ഈ ചങ്ങാതി പോവില്ലേ എന്നാണ് മറിയച്ചേട്ടത്തി ചോദിക്കുന്നത്. ജാമിദ ടീച്ചർ അല്ല. ആരാ ചോദിക്കുന്നത്? പിണറായി വിജയനെതിരെ പിച്ചച്ചട്ടിയുമായി തെരുവിൽ പിച്ച തണ്ടാൻ ഇറങ്ങിയ മറിയച്ചേട്ടത്തിയാ ചോദിക്കുന്നത്. ഇനിയോ? ഏത് മന്ത്രിയായാലും വൃത്തിയോട് തന്നെ കോളേജിൽ ചേർത്താൻ പറയാ. ശരിയല്ലേ? അടുത്ത മുഖ്യമന്ത്രിയാവുന്ന പറയുന്നത്. അതാ പറഞ്ഞ. അല്ലെ ആയില്ലെങ്കിൽ ഇതും വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായാൽ ഇവൻ ഈ പെണ്ണക്കളെ ആ മുഖ്യമന്ത്രിയുടെ മകളെ ആദ്യം കെട്ടിയതാണ്. അതെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ കെട്ട അവന് പ്രശ്നമല്ല, അവന് മുഖ്യമന്ത്രിമാരുടെ പെണ്ണങ്ങളെ ഇതാണ് മുഖ്യമായ കാര്യം. നോക്കൂ, ഇവനെ എത്ര കെട്ടും കുഴപ്പമില്ല എന്നാ മറിയച്ചേട്ടത്തി പറയുന്നത്. അവന് വേണ്ടത് മുഖ്യമന്ത്രിമാരുടെ അതല്ലെങ്കിൽ സ്വത്തും മുതലുള്ള ആളുകളുടെ മക്കളെ വേണമെന്നാ മറിയച്ചേട്ടത്തി പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, മറിയച്ചേട്ടത്തി പറയുന്നതാണ്. ഇനിയോ? ഇതൊന്നും ഉണ്ടായി എന്നാ കാട്ടിയത്. അപ്പൊ അതാ പറഞ്ഞ ഒരു ഞണ്ട് പറഞ്ഞു അമ്മയോടും അത് പറഞ്ഞു, അമ്മേന്റെ അമ്മയും ചെന്നി നടക്കണേ. അമ്മയെന്ന് പറഞ്ഞേ വ്യത്യാസം വല്ലതും വന്നു. അമ്മയും മകളും ഒരേ വലിയ നോക്കൂ, ഇതാണ് മറിയച്ചേട്ടത്തിയുടെ ആ ഇന്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ഭാഗം. ഒരു മിനിറ്റ് ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരുപാട് മിനിറ്റ് ഉള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ കുറച്ച് ഭാഗത്താണ് പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള, നമ്മളൊക്കെ സുഡാപ്പി എന്ന് പച്ചയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ ഈ സുഡാപ്പി എന്ന് വിളിക്കുമ്പോൾ എന്നെ തെറി വിളിച്ചിരുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നോക്കൂ, ഇവൻ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയാണ്. ഈ ടൂറിസം വകുപ്പ് മന്ത്രി ഞാനടക്കമുള്ള എന്നെ കാണുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അടക്കമുള്ള ആളുകൾ അടക്കുന്ന, എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് പുതിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. എന്തെന്നറിയാമോ? മൈക്രോ സൈറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്തിനാ ഈ മൈക്രോ സൈറ്റുകൾ? ഈ മൈക്രോ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റാം? ഇസ്ലാമിന്റെ ചരിത്രം ടൂറിസ്റ്റ് വിദേശികൾക്ക്, വിനോദസഞ്ചാരികൾക്ക് പഠിക്കാൻ വേണ്ടി ഹിന്ദു ആയിട്ടുള്ള എന്റെയും ക്രിസ്ത്യാനി ആയിട്ടുള്ള മത്തായിച്ചന്റെയും കാശ് എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം എന്ന് മുദ്രാവാക്യം വിളിച്ച് മന്ത്രിയായിട്ടുള്ള ഇവൻ ഇസ്ലാമിന്റെ ചരിത്രം മാത്രം പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ കാശ് എടുത്തുകൊണ്ട് മാത്രമായിരിക്കണമെന്ന് ഏതെങ്കിലും ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്താനാവുക? യാഥാർത്ഥ്യമല്ലേ നമ്മൾ പറയുന്നത്? ജിഹാദികളെ, സുഡാപ്പികളെ, ഇസ്ലാമിക സമുദായാംഗങ്ങളെ മാത്രം സുഖിപ്പിച്ച് മാത്രം ഭരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരെയൊക്കെ മന്ത്രിമാരാക്കിയത് അതല്ലെങ്കിൽ MLA-മാരാക്കിയത് എന്ന് ഓരോ മലയാളിയും ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും കാഫിറും ചോദിച്ചു തുടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് ചോദിക്കാത്തത് കൊണ്ട് തന്നെയാണ്, ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് കൃത്യമാണ് ചോദിക്കുന്ന ജാമിദ ടീച്ചറായാലും ഞാനായാലും ഇനി ഒട്ടേറെ ആളുകൾ അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കുന്നത്. ഇനി ഇതിനെതിരെ ടീച്ചറുടെ ഒരു പ്രതികരണം ഉണ്ട് മക്കളെ, ഒന്നൊന്നര പ്രതികരണമാണ്. കാരണം അത് ഈ പറയുന്ന തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്ന് ചോദിച്ചില്ലേ, ആ രീതിയിലുള്ള അമ്മാരി പ്രതികരണം. അത് കേട്ട് നോക്കാം നമുക്ക്. ചെറുതായിട്ട് വേഗം ഓടി വരെ. 6 മാസങ്ങൾക്ക് മുമ്പ് മറിയക്കുട്ടി ചേട്ടത്തി ചെയ്ത ഒരു വീഡിയോ കാണിച്ച് ഞാൻ റിവ്യൂ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിനകത്തുള്ള എല്ലാ പരാമർശങ്ങളും മറിയക്കുട്ടി ചേട്ടത്തിയാണ് നടത്തിയിട്ടുള്ളത്. അത് ഞാൻ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് അകത്ത് തന്നെ പ്ലേ ചെയ്തും കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്ത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. മറിയക്കുട്ടി ചേട്ടത്തി പറഞ്ഞു, റിയാസിനെ സംബന്ധിച്ച് വളരെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങള് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി അവര് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ എടുത്ത് പബ്ലിക്കിനോട് പറഞ്ഞിട്ടുള്ളൂ. അത് റിവ്യൂ ചെയ്ത വീഡിയോ ആണ്. മറിയക്കുട്ടി ചേട്ടത്തി പറഞ്ഞു, പിണറായി വിജയനല്ല മറ്റൊരു മുഖ്യമന്ത്രിയാണ് ഇനി വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീണയെ ഒഴിവാക്കി ഇനി വരുന്ന മുഖ്യമന്ത്രിക്ക് ഒരു മകൾ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെയും റിയാസ് പോകും. അപ്പൊ മറിയക്കുട്ടി ചേട്ടത്തി അത് പറഞ്ഞപ്പോൾ അവർക്കെതിരെ കേസില്ല, ഞാനത് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസ്. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇസ്ലാമിക നിയമപ്രകാരം റിയാസ് ഒരു മുസ്ലിം പുരുഷനാണ്. അദ്ദേഹത്തിന് ശരീഅത്ത് നിയമപ്രകാരം 4 കെട്ടാം. 1 കെട്ടി ഒഴിവാക്കി, ഇത് 2, ഇതിനെ ഒഴിവാക്കിയാലും ഇനിയും 4 ചാൻസും കൂടി അയാൾക്കുണ്ട്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മതപരമായ നിയമം അനുസരിച്ച് അത് ശരിയുമാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തില് ഒരു മുസ്ലിം പുരുഷൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ? മുസ്ലിം ആണ് എന്ന പരിവേഷം അണിഞ്ഞിട്ട് പറ്റില്ല. ഇവിടെ ഇവർക്ക് അധികാരമുണ്ട്, ഇവർക്ക് രാഷ്ട്രീയമുണ്ട്, ഇവർക്ക് പോപ്പുലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് എന്തും പറ്റും. ഇത് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ വിഷയം പൊങ്ങി വരാൻ 6 മാസങ്ങൾക്ക് ശേഷം പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഒരുപാട് കേസുകളിൽ ഇവരെന്നെ കൊടുക്കാൻ ശ്രമിച്ചു.
തീരുമാനിച്ചു, എല്ലാത്തിൽ നിന്നും ഞാൻ ഊരി വന്നു. കാരണം മതസ്പർദ്ധ എന്ന വിഷയമാണ് ഇവർ എനിക്ക് മേലെ ചാർത്തിയിട്ടുള്ളത്. ഇത് എന്റെ മതമാണ്. ഇതിലൊക്കെ ജാമ്യം എടുത്തിട്ട് ഞാൻ ഭാഷ ചെയ്യാൻ കൊടുക്കുവാണ്. ഇതെന്റെ മതമാണ്. എന്റെ മതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരിക്കലും മതസ്പർദ്ധയാകത്തില്ല. ഇതൊരിക്കലും ഒരു കലാപത്തിന് വേണ്ടിയുള്ള ശ്രമവും ആകത്തില്ല. അവരിത്തരം വകുപ്പുകളൊക്കെ കോടതിയിൽ എത്തുമ്പോഴേക്ക് അവരത് പൊളിഞ്ഞു പോകുന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒരുപാട് പോസ്റ്റുകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. യെസ്, ടീച്ചർ കൃത്യമായിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസിന് ഇപ്പോ ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനുണ്ടായ പൂതി എന്തുകൊണ്ടായെന്നുള്ളതാണ് ടീച്ചർ കൃത്യമായിട്ട് പറയുന്നത്. ടീച്ചറുടെ ഫേസ്ബുക്കിലും ടീച്ചറുടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റും പോയി നോക്കിയിട്ടുള്ള പ്രേക്ഷകർക്ക് അത് അറിയാൻ പറ്റും. അത് തന്നെയാണ് ഇവന് കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുള്ളത്. ആ കൊള്ളാനുള്ള കാരണം ടീച്ചർ വ്യക്തമാക്കുന്നുണ്ട്. കേൾക്കാം. ഫേസ്ബുക്കിലൂടെ അതുപോലെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഈ പോസ്റ്റുകൾക്കൊക്കെ ഞാൻ ഒരുപാട് റഫറൻസുകൾ കൊടുക്കുന്നുണ്ട്. കാരണം ശ്രോതാക്കൾക്ക് ഒരു സംശയം വരരുത്. ഒരു മതത്തെ റഫറൻസ് അടക്കം വിമർശിക്കുന്നു. ഏത് വിധേനയും എന്നെ ഒന്ന് കുടുക്കണം എന്ന് ശ്രമിച്ചിരിക്കുമ്പോഴാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോയും പൊക്കി പിടിച്ചു വരുന്നത്. അപ്പൊ 6 മാസങ്ങൾക്ക് പുറകോട്ടാണോ മന്ത്രി റിയാസ് സഞ്ചരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കേസ് എടുക്കേണ്ടത് അപ്പോഴല്ലേ? 1,14,000-ഓളം ആളുകൾ കണ്ടു കഴിഞ്ഞ വീഡിയോ ആണത്. അപ്പോഴൊന്നും കേസെടുക്കാതെ ഇപ്പോ കേസെടുക്കാൻ വരുന്നതിന് പിന്നിൽ റിയാസിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതമാണ് ഇവിടെ വർക്കൗട്ട് ആകുന്നത്. ലെവലേശം പോലും ഭയമില്ലെന്ന് മാത്രമല്ല, കോടതിയിൽ ഞാൻ ഇവരെ നിർത്തിപ്പൊരിക്കും. കോടതിയിൽ എത്തണം ഈ കേസ്. അതാണ് എന്റെയും ആഗ്രഹം. കോടതിയോട്, ജഡ്ജിനോട്, മാധ്യമ പ്രവർത്തകരോട് എനിക്ക് ചില വസ്തുതകൾ ഇതുവരെ പറയാതിരുന്നതൊക്കെ ഒന്ന് തുറന്നു പറയാൻ ഒരു അവസരം കിട്ടുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. നോക്കൂ, ടീച്ചറുടെ പ്രതികരണം ശക്തമാണ്, വ്യക്തമാണ്. ടീച്ചർ പറയുന്നുണ്ട് എന്താണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. കാരണം ടീച്ചറുടെ ജന്മനാ ടീച്ചർ ജനിച്ചത് മുസ്ലിം ആയിട്ടാണ്. ഈ റിയാസോ, നമ്മുടെ അറിവ് ജിയാസും ഈ മുസ്ലിമാണ്. അതുകൊണ്ടാണല്ലോ അയാളുടെ മതവികാരം വ്രണപ്പെട്ടു, കലാപാന്തരീക്ഷം, 2 മതങ്ങൾ തമ്മിലുണ്ടായ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന വകുപ്പൊക്കെ ചേർത്തുകൊണ്ട് ടീച്ചർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസവും ടീച്ചറുടെ വീട്ടിലേക്ക് പോലീസുകാർ ഇങ്ങനെ നിരനിരയായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അപ്പൊ ടീച്ചർ പറയുന്നുണ്ട് ഇവരോട്, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക, എന്തിനാണ് നിങ്ങൾ എന്റെ വീട്ടിന്റെ പടിക്കൽ വന്നുകൊണ്ട് തിരിഞ്ഞു പോകുന്നത്? അപ്പൊ ഞാനിത് കൃത്യമായിട്ട് എന്റെ വീടിന് ചുറ്റും CCTV ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ജീവിച്ചു പോകുന്ന എന്റെ വീട്ടിൽ വന്ന് 2-3 ജീപ്പാണ് ഓരോ ദിവസം വരുന്നത്. ഇവരുടെ ലക്ഷ്യം എന്തെന്നറിയാമോ? നമ്മുടെ വീടുകളിൽ വന്നുകൊണ്ട് പോലീസുകാരെ കണ്ട് പോലീസ് ജീപ്പിൽ ചാടി ഇറങ്ങി വന്ന് എല്ലാരെയും ഭയപ്പെടുത്തി അയൽപ്പക്കക്കാരെയൊക്കെ അറിയിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുക, അതല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുക. ഈ ഭയപ്പെടുത്തൽ എന്തിനെന്നറിയാമോ? അത് തന്നെയാണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് എന്തിന് എന്ന ചോദ്യത്തിന്, വ്യത്യസ്ത ദിശയിൽ കാല് വെട്ടിയത് എന്തിന് എന്ന ചോദ്യത്തിന്, അവരുടെ കുഞ്ഞുമകനെ പോലീസ് സ്റ്റേഷനിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരം ഭരിക്കുന്ന സമയത്ത് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി നിർദാക്ഷിണ്യം തല്ലിയത് എന്തിന് എന്നുള്ളതിന് ഉത്തരം കിട്ടുന്നത്. അതാണ് ഭയപ്പെടുത്തുക എന്നുള്ളത്. ഇവന്റെയൊക്കെ കിതാബിൽ കൊടുത്തിട്ടുള്ളത്, തക്കിയ കൊടുത്തിട്ടുള്ളത്, ഭയപ്പെടുത്തി നിശബ്ദനാക്കുക, അതല്ലെങ്കിൽ തലയും കഴുത്തും വെട്ടുക, കയ്യും കാലും വെട്ടുക. ഇതൊക്കെയാണ് ഇവന്റെയൊക്കെ ഹിസ്റ്ററി, ഇവനൊക്കെ പഠിച്ചിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസം. അത് തന്നെയാണ് ടീച്ചറുടെ വീട്ടിലേക്ക് നിരന്തരം പോലീസുകാരെ വിട്ട് അത്തരത്തിൽ ദ്രോഹിച്ചുകൊണ്ട് ടീച്ചറെ ഭയപ്പെടുത്തി നിശബ്ദയാക്കാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. എന്താ കാരണം? നിങ്ങൾ ചവിട്ടിയത് കരിമൂർഖനെയാണ് മക്കളെ എന്ന് നമ്മളൊരു സിനിമയിൽ പറയാറുണ്ട്, നീർക്കോലിയെ അല്ല. കരിമൂർഖനെ ചവിട്ടിക്കഴിഞ്ഞാൽ കരിമൂർഖൻ വെറുതെ ഇരിക്കില്ല. കരിമൂർഖൻ അതിന്റെ പത്തി വിടർത്തി അതിശക്തമായി തിരിച്ചടിക്കും. ആ ചീറ്റലില്ല, തിരിച്ചടിക്കലിൽ നിന്റെയൊക്കെ ആ കൃമികീട സൂക്കേടുണ്ടല്ലോ, ആ സൂക്കേട് പൂർണ്ണമായിട്ടും മാറും. ഇതുവരെ കാണാത്ത ഒരു ഝാൻസി റാണിയായി തന്നെ ടീച്ചർ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ ഇന്നിപ്പോൾ ടീച്ചർ ഫേസ്ബുക്കിൽ എഴുതുന്ന, അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതുന്ന ആ പോസ്റ്റുകളൊക്കെ വായിച്ചാൽ അതിന്റെ അടിയിൽ ഒരുപാട് ലിങ്കുകൾ കൊടുക്കാറുണ്ട് ടീച്ചർ. കൃത്യമായിട്ടും ഇവന്റെയൊക്കെ കിതാബിലും ആ കിതാബിന്റെ ഉപകിതാബിലും ഒക്കെയുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് വിവരണ സഹിതം തന്നെ കൊടുക്കാറുണ്ട്, റഫറൻസ് കൊടുക്കാറുണ്ട്. അതൊക്കെ വായിക്കുന്നവന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അത് ഇസ്ലാമിക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും മനസ്സിലായി തുടങ്ങി. കാരണം അത്രയ്ക്ക് ആഴത്തിൽ ടീച്ചർ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വായിക്കുന്നവനും ആ വായിച്ച റഫറൻസ് പ്രകാരം ഇവന്റെയൊക്കെ കിതാബ് പരിശോധിക്കുന്നവനും പരിശോധിക്കുന്നവൾക്കും അറിയാമെന്നിരിക്കെ പരിശോധിക്കുന്നവൾമാർ കൂടുതൽ ടീച്ചറുടെ ആശയങ്ങൾക്ക് പിറകെ വരുന്നു. തട്ടം വലിച്ചെറിഞ്ഞ് ആ ഒരു കറുത്ത ചാക്ക് ഊരി വലിച്ചെറിഞ്ഞ് ഞങ്ങൾ കൃഷിയിടങ്ങളല്ല, പെറ്റുകൂട്ടാനുള്ള കൃഷിയിടങ്ങളല്ല, ഞങ്ങൾക്കുമുണ്ട് സ്വാതന്ത്ര്യം. ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട് സ്വാതന്ത്ര്യം. ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകൾക്കുള്ള ആ സ്വാതന്ത്ര്യവും നവോത്ഥാനവും വാങ്ങിത്തരാൻ ഞങ്ങൾക്കിവിടെ ആരുമില്ല എന്ന
എന്ന ആ വേദനയോടുകൂടി ടീച്ചറെ മനസ്സിലാക്കിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഇവന്റെ കീടം പൊട്ടാതിരിക്കുക? എങ്ങനെയാണ് ഇവന്റെ കുരു പൊട്ടാതിരിക്കുക? ആ പൊട്ടിയ കുരുവിന്റെ ഒലിപ്പീരാണിപ്പോൾ ഇവൻ നേരിട്ട് സ്റ്റേഷനിൽ, ഇവനൊരു മന്ത്രിയാണെന്നോ, ഇവൻ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും വോട്ട് നേടിക്കൊണ്ടാണ് മന്ത്രിയായത്, MLA ആയത്, മന്ത്രിയായതെന്നോ അതൊന്നും ആലോചിക്കാതെ ഇവന്റെ വികാരത്തിന് വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ സുഡാപ്പി എന്ന അക്ഷരം തെറ്റാതെ വിളിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ആളുകളുടെ മൂട് താങ്ങി നടന്നുകൊണ്ട് ഞാൻ വലിയ മതേതരനാണെന്ന് തെളിയിക്കാൻ നടക്കുന്ന ആളുകളോട് കൂടുതലൊന്നും പറയാനില്ല. കാരണം നീ അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകൾ ഉണ്ടല്ലോ, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അതിലുണ്ടായിരുന്നു സഖാക്കൾ ഉണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഓടേണ്ട സമയം വന്ന സമയത്ത് അവിടെ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ അവരെ രക്ഷിക്കാൻ ഉണ്ടായില്ല. കാരണം ഓപ്പോസിറ്റ് ആരാ ഉണ്ടായിരുന്നത്? ഇസ്ലാമിക ഭീകരന്മാരായിരുന്നു. അതേ രീതിയിലേക്ക് കേരളം മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നീ കൃത്യമായിട്ടും ഇതിന് നീ തന്നെ പടവാളായിക്കൊണ്ട് പ്രതികരിക്കാൻ മുതിർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ നിന്റെ പുതുതലമുറ എന്തായിരിക്കും ഇവിടെ അനുഭവിക്കുക എന്നുള്ളത് ഞമ്മന്റെ പടച്ചോനോ നമ്മുടെ ഭഗവാനോ പോലും അതല്ലെങ്കിൽ നിന്റെ ഈശോ മിശിഹായോ ആണെങ്കിൽ പോലും അറിയില്ല. അവർക്ക് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ടീച്ചർക്ക് അതല്ലെങ്കിൽ എന്റെ ആത്മാർത്ഥ സഹോദരിയായിട്ടുള്ള ടീച്ചർക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ അത് ഏതറ്റം വരെ പോയിക്കൊണ്ടാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ, സംരക്ഷണം നൽകാൻ ഞാനുണ്ടാവും കൂടെ എന്നുള്ളത് ഓരോ പ്രേക്ഷകനും ഞാനും അടക്കമുള്ള ആളുകൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ ടീച്ചർക്ക് പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വൈകിയ ഈ സന്ധ്യാ നേരത്താണെങ്കിലും ഈ ടീച്ചറുടെ ഈ ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ ആ പ്രതീകമുണ്ടല്ലോ, പോരാട്ട വീര്യത്തിന്റെ സ്ത്രീ നവോത്ഥാനം, അതല്ലെങ്കിൽ ഝാൻസി റാണി എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ആ ഝാൻസി റാണിയുടെ യഥാർത്ഥ ഇപ്പോൾ അവരനുഭവിക്കുന്ന തീക്ഷ്ണമായിട്ടുള്ള ഇവരിൽ നിന്നുള്ള ഭീഷണി എന്തെന്ന് കൃത്യമായിട്ട് പ്രേക്ഷകർ മനസ്സിലാക്കുക. അതിനനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് പിന്തുണ കൊടുക്കുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. ഇവിടെ ജീവിക്കാൻ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അവകാശമുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും വാ തുറന്ന് പറയുക. നീ മതേതര പട്ടം ചാർത്തി നടന്നാൽ നിനക്ക് കിട്ടാനുള്ളത്, നിനക്ക് ചിലപ്പോൾ 40, 50, 60 അതല്ലെങ്കിൽ 70 ഇനി മരിക്കാനായി അവസാന കാലമായിരിക്കാം. പക്ഷെ നിന്റെ വരാനിരിക്കുന്ന തലമുറയുണ്ടല്ലോ, അവർ അനുഭവിക്കാൻ പോവും. ആ അനുഭവത്തിലേക്ക് അവരുടെ സുഖകരമായിട്ടുള്ള അനുഭവം ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് നീ പ്രതികരിച്ചില്ലെങ്കിൽ അവർക്ക് അത് കിട്ടില്ല. കാരണം പണ്ടെന്നോ നട്ട മാവിൽ നിന്നും പണ്ടെന്നോ നട്ട പ്ലാവിൽ നിന്നും കായ് ഫലങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ, മാങ്ങയായാലും ചക്കയായാലും കപ്പയായാലും നെല്ലിയായാലും എന്തെങ്കിലും നമ്മൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷിക്കാൻ നമ്മൾക്ക് കാരണമായിട്ടുള്ളത് നമ്മൾക്ക് മുൻപേ കടന്നു പോയിട്ടുള്ള അവരുടെ ആ ഒരു സഹന അതല്ലെങ്കിൽ അവരുടെ ആ വളർത്താനുള്ള അവരുടെ പ്രതികരിക്കാനുള്ള ആ ശേഷിയായിരുന്നു എന്നുള്ളത് നീ ഓർക്കുക. അതുകൊണ്ട് ഇന്ന് നീ പ്രതികരിച്ചാൽ, ഇന്ന് നീ വാ തുറന്നാൽ നാളത്തെ നിന്റെ തലമുറ സുരക്ഷിതരായിരിക്കുമെന്ന താക്കീത് മാത്രമേ ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളൂ. എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും എന്റെ സഹോദരി, എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.